والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഖസീദത്തുൽ ലാമിയ്യ എന്ന കവിതയാണ് നാം ഈ ദർസിൽ പഠിക്കാറുള്ളത്. അവസാനമായി നാം സൂചിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകളും സിഫാത്തുകളും അത് സ്ഥിരപ്പെടുത്താൻ, അത് വിശ്വസിക്കുവാൻ നമ്മുടെ മുൻപിലുള്ള മാർഗങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് എന്തൊക്കെയാണോ നമുക്കറിയിച്ചു നൽകിയത് അത് നാം സ്ഥിരപ്പെടുത്തുകയും വിശ്വസിക്കുകയും ചെയ്യുക. രണ്ടാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് എന്തൊക്കെയാണോ നമുക്കറിയിച്ചു നൽകിയത്, അല്ലാഹുവിന്റെ നാമങ്ങളായി വിശേഷണങ്ങളായി നമുക്കറിയിച്ചു നൽകിയ കാര്യങ്ങളെല്ലാം അതും നാം സ്ഥിരപ്പെടുത്തുക. ആ പ്രമാണങ്ങളിൽ അവിടെ നാം നിൽക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇതിന് അപ്പുറമായി നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് നാം ഇറങ്ങിയാൽ ധാരാളം കക്ഷികൾ അവർക്ക് പിഴച്ചുപോയതുപോലെയുള്ള പിഴവുകൾ നമ്മിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം അള്ളാഹു സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം ഗൈബിയായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളും അള്ളാഹുവിന്റെ സിഫാത്തുകളും അതെല്ലാം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഗൈബിയാണ്. ഗൈബിയായ ഒരു കാര്യം അത് സ്ഥിരപ്പെടുത്താൻ, അത് അംഗീകരിക്കാൻ, വിശ്വസിക്കാൻ മുസ്ലിമായ ഒരു വ്യക്തിയുടെ പ്രമാണം എന്ന് പറയുന്നത് അത് ഖുർആനും സുന്നത്തുമാണ്. അത് വിട്ടുകിടക്കാൻ നാം ഒരിക്കലും പാടില്ല എന്നതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ ഈ മാർഗം സലഫുകളുടെ, നമ്മുടെ മുൻഗാമികളായ ഇമാമുമാർ, പണ്ഡിതന്മാർ അവരെല്ലാം അനുവർത്തിച്ചു പോന്ന ഈ മാർഗം അതിനെ തള്ളിക്കളയുകയും അതല്ലെങ്കിൽ അതിൽ നിന്ന് മാറുകയും എന്നിട്ട് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഇറങ്ങുകയും അള്ളാഹുവിന്റെ നാമങ്ങളെയും വിശേഷണങ്ങളെയും അതിനെ ദുർവ്യാഖ്യാനിക്കുകയും അതിനെ നിഷേധിക്കുകയും അതുപോലെ അതിനെ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തുകയും അങ്ങനെ ഒട്ടനവധി പിഴവുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം അടുത്തതായി പറയുന്നത്. അവിടുന്ന് പറഞ്ഞു, ഖുബ്ഹൻ ലിമൻ നബദൽ ഖുർആന വറാഅഹു വഇദാ ഇസ്തദല്ല യഖൂലു ഖാലൽ അഖ്തലു. ഖുർആൻ സ്വീകരിക്കാതെ അതിനെ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞ ആളുകൾ, ഖുർആനിന്റെ ആയത്തുകളെയും അതിന്റെ അധ്യാപനങ്ങളെയും അതൊന്നും സ്വീകരിക്കാതെ അതിൽ നിന്നും പിന്തിരിഞ്ഞു കളഞ്ഞവർ, അവരെ അള്ളാഹു നിന്ദിക്കട്ടെ, അവർക്ക് നാശം. എന്നിട്ട് പറയുന്നു, വഇദാ ഇസ്തദല്ല യഖൂലു ഖാലൽ അഖ്തലു. എന്നിട്ട് അത്തരത്തിൽ പിഴച്ചുപോയ ആളുകൾ, ബിദ്അത്തിന്റെ കക്ഷികൾ, അവർ തെളിവ് പിടിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹു പറഞ്ഞിരിക്കുന്നു, റസൂല് പറഞ്ഞിരിക്കുന്നു എന്നല്ല, മറിച്ച് അഖ്തൽ പറഞ്ഞിരിക്കുന്നു. ആരാണ് അഖ്തൽ? അദ്ദേഹം ഒരു കവിയാണ്, ഷാഇറുൻ നസ്രാനി, ക്രൈസ്തവനായ ഒരു കവിയാണ് അദ്ദേഹം യഥേഷ്ടം ലഹരി ഉപയോഗിക്കുന്ന, അതുപോലെ മദ്യപിക്കുന്ന ഒരു മുഴുകുടിയനായ ഒരു കവിയാണ് അഖ്തൽ എന്ന് പറയുന്നത്. ആ അഖ്തലിന്റെ വരികൾ, അദ്ദേഹത്തിന്റെ കവിതയിലുള്ള വരികളാണ് ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ ബിദ്അത്തിന് തെളിവായി അവർ ഉദ്ധരിക്കാറുള്ളത്. ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അഖ്തലിന്റെ പേര് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം എന്താണ്? അവർ അഖ്തലിന്റെ ഒരു കവിത ഉപയോഗിച്ചിട്ടാണ് അവർ അള്ളാഹുവിന്റെ ഇസ്തവ എന്നുള്ള സിഫത്തിനെ, അതിന് ഇസ്തൗല എന്ന അർത്ഥം ലഭിക്കും എന്നവർ ദുർവ്യാഖ്യാനിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലായി പറഞ്ഞ കാര്യമാണ്, അർ റഹ്മാനു അലൽ അർശി ഇസ്തവ. റഹ്മാനായ അള്ളാഹു അവൻ അർശിൽ ഇസ്തിവ ചെയ്തിരിക്കുന്നു. ഇസ്തവ എന്ന് പറഞ്ഞാൽ അല വർതഫഅ, അതിന്റെ മീതയായിരിക്കുന്നു. എന്നാൽ പിഴച്ചുപോയ ബിദ്അത്തിന്റെ കക്ഷികൾ അവരെന്ത് പറഞ്ഞു? ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്തൗല എന്നാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല അർശ് അത് കീഴടക്കിയിരിക്കുന്നു എന്ന അർത്ഥമാണ് അവിടെ വരിക. അതിനവർ തെളിവ് പറയുന്നത് എന്താണ്? അഖ്തലിലേക്ക് ചേർക്കപ്പെടുന്ന ഒരു കവിതയാണ്. ഏതാണ് ആ കവിത? ഖദ് ഇസ്തവ ബിശ്റുൻ അലൽ ഇറാഖി മിൻ ഗൈരി സൈഫിൻ ഔ ദമിൻ മിഹ്റാഖി. ബിശ്ർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇറാഖിൽ അധികാരം പിടിച്ചെടുത്തു. മിൻ ഗൈരി സൈഫിൻ ഔ ദമിൻ മിഹ്റാഖി, വാളുകൊണ്ടുള്ള യുദ്ധമോ അതല്ലെങ്കിൽ രക്തം ചിന്തലുകളോ ഒന്നുമില്ലാതെ തന്നെ അദ്ദേഹം ഇറാഖിന്റെ ഭരണം പിടിച്ചു. ഇവിടെ ഇസ്തവ എന്നതിന്റെ അർത്ഥം എന്താണ്? കീഴടക്കി എന്നുള്ള അർത്ഥമാണ് ലഭിക്കുക എന്നാണ് അവർ അതിനെ ദുർവ്യാഖ്യാനിച്ചത്. പണ്ഡിതന്മാർ ഇതിന് മറുപടി പറഞ്ഞതായി കാണാം. ഒന്നാമത്തെ മറുപടി, ഇസ്തവ എന്നുള്ളതിന് ഒരിക്കലും ഇസ്തൗല എന്നുള്ള അർത്ഥം
ലഭിക്കുകയില്ല. അത് അറബികൾക്ക് പരിചയമില്ലാത്ത അർത്ഥമാണ്. അതാണ് ഒന്നാമത്തെ മറുപടി. രണ്ടാമത്തേത്, ഇവിടെ ഇസ്തൗല എന്ന അർത്ഥം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് തെറ്റായ ചില പല കാര്യങ്ങളും ധാരണകളും കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അള്ളാഹു കീഴടക്കി എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് ഒരു എതിരാളി ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥം അതിലൂടെ കടന്നു വരുന്നുണ്ട്. അതൊരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പറയാൻ പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ അള്ളാഹു അർശ് കീഴടക്കി അതിന്റെ അധികാരം പിടിച്ചെടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് അർശിന്റെ അധികാരം പിടിച്ചെടുക്കുന്നത് വരെ അള്ളാഹുവിന് അതിനുള്ള കഴിവില്ലായിരുന്നു, പിന്നീട് അള്ളാഹുവിന് അതിനുള്ള കഴിവ് ലഭിച്ചതാണ് എന്നൊക്കെയുള്ള മോശമായ പല കാര്യങ്ങളും ഈ ഒരു അർത്ഥം കൽപ്പിക്കുന്നതിലൂടെ കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, യഥാർത്ഥത്തിൽ ഈ കവിതയുടെ വരി ഇങ്ങനെയല്ല, ഇസ്തവ എന്നല്ല, മറിച്ച് ഇസ്തൗല എന്ന് തന്നെയാണ്. ആ കവിതയുടെ വരി എങ്ങനെയാണ്? ബിശ്റുൻ ഖദ് ഇസ്തൗല അലൽ ഇറാഖി. അവിടെ ഇസ്തൗല എന്നുള്ള വാക്ക് തന്നെയാണ് ആ കവിതയുടെ ശരിയായ രൂപമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. നോക്കൂ, ഖുർആനും സുന്നത്തും അതുപോലെ സലഫുകളുടെ സഹാബത്തിന്റെ മാർഗവും ഒക്കെ ഉപേക്ഷിച്ചു പോയ ആളുകൾ അവർ അകപ്പെട്ടത് എത്രമാത്രം വലിയ പടുകുഴിയിലാണ്. അവരുടെ തെളിവായി അവർ ഉദ്ധരിക്കുന്നത് ഒരു മുസ്ലിം അല്ലാത്ത, അതുപോലെ തന്നെ മദ്യപിക്കുന്ന ഒരു കവി, അദ്ദേഹത്തിന്റെ വരികളാണ് അവർ വലിയ പ്രമാണമായി തെളിവായി അവരുടെ പിഴച്ചവാദങ്ങൾക്ക് കൊണ്ടുവരുന്നത്. ഇത് ബിദ്അത്തിന്റെ പൊതുവെയുള്ള ഒരു സ്വഭാവമാണ്. ഖുർആനും സുന്നത്തും കൈവിട്ടുപോയ ആളുകൾ പിന്നീട് അവർ കൊണ്ടുവരുന്ന പ്രമാണങ്ങൾ അതത്രയും മോശമായ, അതല്ലെങ്കിൽ അത്രയും നിലവാരം കുറഞ്ഞതായിരിക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം എന്ന് പറയുന്ന സിഫത്ത്, അള്ളാഹു സംസാരിക്കും. അള്ളാഹുവിന്റെ സംസാരത്തിന് അക്ഷരങ്ങളുണ്ട്, അതിന് ശബ്ദമുണ്ട്. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. എന്നാൽ ബിദ്അത്തിന്റെ ആളുകൾ അവർ പറഞ്ഞു അള്ളാഹുവിന്റെ സംസാരത്തിന് അതിന് അക്ഷരങ്ങളില്ല, ശബ്ദമില്ല. അതിനുള്ള തെളിവെന്താണ്? അതും അഖ്തലിന്റെ കവിതയാണ്. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ജുഇലൽ ലിസാനു അലൽ ഫുആദി ദലീല. ഇങ്ങനെ പിഴച്ചുപോയ കവികളുടെ അവരുടെ കവിതാശകലങ്ങൾ എടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ സിഫാത്തുകളെ ദുർവ്യാഖ്യാനിക്കുന്ന ഗതിയാണ് പിഴച്ചുപോയ ബിദ്അത്തിന്റെ കക്ഷികൾക്ക് വന്നത് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്ന് പറയുന്നത് അള്ളാഹുവും റസൂലും എന്തു പറഞ്ഞുവോ അവിടെ നിൽക്കുക. അള്ളാഹുവിന്റെ സിഫാത്തുകളെ അതിനെ ദുർവ്യാഖ്യാനിക്കുവാൻ, അതിനെ രൂപം പറയുവാൻ, അതിനെ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തുവാനൊന്നും നാം തുനിയാൻ പാടില്ല. അതാണ് സലഫുകളുടെ മാർഗം. അതാണ്. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അടുത്ത വരിയിലൂടെ പറയുന്നു, വൽ മുഅ്മിനൂന യറൗന ഹഖ്ഖൻ റബ്ബഹും വഇല അസ്സമാഇ ബിഗൈരി കൈഫിൻ യൻസിലു. മുഅ്മിനീങ്ങളായ ആളുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവരുടെ കണ്ണുകൾ കൊണ്ട്, നഗ്നനേത്രങ്ങൾ കൊണ്ട് അല്ലാഹുവെ അവർ നേരിൽ കാണുന്നതാണ്. അത് സത്യമാണ്. അതുപോലെ തന്നെ വഇല അസ്സമാഇ ബിഗൈരി കൈഫിൻ യൻസിലു, ഭൂമിയോടടുത്ത ആകാശത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുന്നുണ്ട് എന്നും മുഅ്മിനീങ്ങളായ ആളുകൾ അവർ വിശ്വസിക്കുന്നു. ബിഗൈരി കൈഫിൻ, അതിന്റെ രൂപം പറയാതെ. അപ്പോൾ അള്ളാഹുവിന്റെ സിഫാത്തുകൾക്ക് രൂപമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ആ രൂപം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകൾക്ക് രൂപം പറയുക എന്നുള്ളത് അത് പിഴച്ചുപോയവരുടെ മാർഗമാണ്. ഈ വരികളിലൂടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ നമ്മെ പഠിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് മസ്അലകളാണ്. ഒന്നാമത്തേത് റുഅ്യത്തുല്ലാഹ്, അള്ളാഹുവിനെ കാണുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മുഅ്മിനീങ്ങളായ ആളുകൾ അവരുടെ കണ്ണുകൊണ്ട് നേരിൽ കാണും എന്നുള്ളതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. അതാണ്. അതുകൊണ്ട് അള്ളാഹുവെ കാണുമെന്ന് പറയുന്ന ഹദീസുകൾ അത് ധാരാളമാണ്. ധാരാളം സഹാബികൾ, ഒരു കൂട്ടം സഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് ഉദ്ധരിച്ചു നൽകിയ ഹദീസുകളാണ്. അത്തരത്തിലുള്ള ഹദീസുകൾക്കാണ് ഹദീസുൽ മുതവാത്തിർ എന്ന് പറയുന്നത്. മുതവാത്തിറായ നിലക്ക് ഒരു കൂട്ടം സഹാബികൾ റസൂലിൽ നിന്ന് നമുക്ക് ഉദ്ധരിച്ചു നൽകിയതാണ്. അതൊരിക്കലും കളവിന് സാധ്യതയില്ലാത്തതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഖിയാമത്ത് നാളിൽ വെച്ച് മുഅ്മിനീങ്ങളായ ആളുകൾ അവരുടെ കണ്ണുകൊണ്ട് കാണുമെന്നത് അതൊരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത ഹദീസുകളാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഹാദൽ ഹദീസു മിൻ അസഹിൽ അഹദീസ് അലാ വജ്ഹിൽ അർദ്. ഭൂമുഖത്ത് സഹീഹായ ഹദീസുകളുടെ കൂട്ടത്തിൽ അതിൽപ്പെട്ട ഏറ്റവും സഹീഹായ ഒരു ഹദീസാണ് അള്ളാഹുവിന്റെ റുഅ്യത്തുമായി ബന്ധപ്പെട്ട ഹദീസ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, ഫമൻ അൻകറ റുഅ്യത്തല്ലാഹി ഫഹുവ കാഫിറുൻ. അള്ളാഹുവിന്റെ റുഅ്യത്തിനെ നിഷേധിക്കുന്നവർ അവർ കാഫിറുകളാകുന്നു. ജഹ്മികളും അതുപോലെ തന്നെ മുഅ്തസിലാക്കളും റാഫിദകളും ഖവാരിജുകളും അതുപോലെ തന്നെ ഇബാദിയ വിഭാഗം, അങ്ങനെ പല വിഭാഗങ്ങളും ബിദ്അത്തിന്റെ കക്ഷികൾ, അവരൊക്കെ അള്ളാഹുവിന്റെ റുഅ്യത്തിനെ നിഷേധിച്ച ആളുകളാണ്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ സഅമ അന്നൽ ഖുർആന മഖ്ലൂഖുൻ ഫഹുവ കാഫിർ. അള്ളാഹുവിന്റെ ഖുർആൻ അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നാരെങ്കിലും വാദിക്കുകയാണെങ്കിൽ അവൻ കാഫിറാകുന്നു. എന്നിട്ട് പറയുന്നു, വമൻ സഅമ അന്നല്ലാഹ ലാ യുറാ ഫഹുവ കാഫിർ.
അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഖിയാമത്ത് നാളിൽ കണ്ണുകൊണ്ട് നേരിട്ട് കാണുകയില്ല എന്നാണ് ആരെങ്കിലും വാദിക്കുന്നതെങ്കിൽ അവനും കാഫിറായിരിക്കുന്നു എന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തോട് ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അടുക്കൽ വാർത്ത വന്നെത്തുകയാണ്. ആ വ്യക്തി അദ്ദേഹം എന്താണ് പറയുന്നത്? ഇന്നല്ലാഹ തആല ലാ യുറാ ഫിൽ ആഖിറ, നാളെ ആഖിറത്തിൽ പരലോകത്തിൽ അല്ലാഹുവെ കാണുകയില്ല. ആ സന്ദർഭത്തിൽ ഫഗദിബ ഗദ്ബൻ ശദീദ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ അദ്ദേഹം അങ്ങേയറ്റം കോപിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മൻ ഖാല ബി അന്ന അല്ലാഹ തആല ലാ യുറാ ഫിൽ ആഖിറ ഫഖദ് കഫർ, ഇത്തരത്തിൽ വാദിക്കുന്നവൻ അവൻ കാഫിറായിരിക്കുന്നു. അലൈഹി ലഅനത്തുല്ലാഹി വഗദബുഹു, അവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപവും അവന്റെ കോപവും ഉണ്ടാകുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയുന്നു, വല്ലദി അലൈഹി ജുംഹൂറുസ് സലഫ്, മുൻഗാമികൾ അവരുടെ നിലപാട്, അവരുടെ അഭിപ്രായം എന്തായിരുന്നു? അവരിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവർ അഭിപ്രായപ്പെട്ടത് എന്താണ്? അന്ന മൻ ജഹദ റുഅയത്തല്ലാഹി ഫിദ്ദാരിൽ ആഖിറ ഫഹുവ കാഫിറുൻ, അല്ലാഹുവിന്റെ റുഅയത്തിനെ നിഷേധിക്കുന്നവർ അവർ കാഫിറാകുന്നു. ഈ മൂന്ന് ഉദ്ധരണികൾ സ്വഹാബത്ത്, അതുപോലെ പ്രഗത്ഭരായ രണ്ട് പണ്ഡിതന്മാർ, ഇതെന്തിനാണ് നാം ഉദ്ധരിക്കുന്നത്? ഈ വിഷയത്തിൽ മുൻഗാമികളായ ആളുകൾ അവർ ഇതിനെക്കുറിച്ച് വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഷയം എന്ന് പറയുന്നത് അത് പുതുതായി കടന്നു വന്നതല്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റുഅയത്തിനെ നിഷേധിക്കുക എന്നുള്ളത് അത് കുഫറാകുന്ന കാര്യമാണ്. അത്തരത്തിൽ നിഷേധിക്കുന്ന ആളുകൾക്ക് അവർക്ക് അള്ളാഹുവിന്റെ റുഅയത്ത് ലഭിക്കാതെ പോകും എന്നുവരെ സലഫുകൾ പറഞ്ഞതായി കാണാം. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, മൻ അൻകറ റുഅയത്തല്ലാഹി ഹരിയുൻ അൻ യുഹ്റമ മിൻഹാ, അള്ളാഹുവിന്റെ റുഅയത്തിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് ആ അള്ളാഹുവിലേക്കുള്ള ആ നോട്ടം അത് തടയപ്പെടാനുള്ള സാധ്യത അങ്ങേയറ്റമുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇനി അള്ളാഹുവിന്റെ റുഅയത്ത്, അള്ളാഹുവിനെ കാണുക എന്നുള്ളത് അത് രണ്ട് രൂപത്തിലാണ്. ഒന്നാമത്തേത് ഫി അർളിൽ മഹ്ശർ, മഹ്ശറിൽ വെച്ച് അള്ളാഹുവിനെ കാണുക. രണ്ടാമത്തേത് റുഅയതുഹു ബഅദ ദുഖൂലിൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം അള്ളാഹുവിനെ കാണുക. മഹ്ശറിൽ വെച്ച്, രണ്ടാമത്തേത് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചതിന് ശേഷം. ഈ രണ്ട് സന്ദർഭത്തിലും മുഅ്മിനീങ്ങളായ ആളുകൾ അവർ അള്ളാഹുവെ കാണുമെന്നത് ഇജ്മാഉള്ള കാര്യമാണ്. അതിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിടയിൽ തർക്കമില്ല. മഹ്ശറിൽ വെച്ചും സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചതിന് ശേഷവും മുഅ്മിനീങ്ങളായ ആളുകൾ അവർ അള്ളാഹുവെ കണ്ണുകൊണ്ട് കാണുന്നതാണ്. ധാരാളം തെളിവുകൾ, ഹദീസുകൾ നമുക്കതിൽ കാണാൻ കഴിയും. ശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വുജൂഹു യൗമഇദിൻ നാദിറ, ചില മുഖങ്ങൾ അന്ന് പ്രസന്നതയുള്ളതായിരിക്കും, അതിങ്ങനെ പ്രശോഭിക്കുന്നതായിരിക്കും. ഇലാ റബ്ബിഹാ നാദിറ, അവയുടെ റബ്ബിലേക്ക്, അതിലേക്ക് ദൃഷ്ടി തിരിച്ചതായിരിക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു. മറ്റൊരായത്തിൽ കാണാം, ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ, നന്മ ചെയ്തവർക്ക്, സുകൃതം ചെയ്ത ആളുകൾക്ക് അവർക്ക് ഹുസ്നയുണ്ട്. ഹുസ്ന എന്ന് പറഞ്ഞാൽ അൽ ജന്ന, അവർക്ക് സ്വർഗ്ഗമുണ്ട്. അതുപോലെ വസിയാദത്തുൻ, ആ സ്വർഗ്ഗത്തോടൊപ്പം അവർക്ക് കൂടുതലായി അള്ളാഹു പ്രതിഫലം കൂടുതലായി അവർക്ക് നൽകുന്നതാണ്. എന്താണ് സിയാദത്ത് എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അന്നദറു ഇലാ വജ്ഹില്ലാ, അത് അള്ളാഹുവിന്റെ മുഖത്തേക്കുള്ള നോട്ടമാണ്. സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവെ കാണും, നേരിൽ കാണുമെന്നത് നമുക്ക് ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഒരിക്കൽ കുറച്ചാളുകൾ അവർ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഹൽ നറാ റബ്ബനാ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞങ്ങളുടെ റബ്ബിനെ നേരിട്ട് കാണുമോ, കണ്ണുകൊണ്ട് കാണുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിക്കുകയാണ്, ഹൽ തുദാറൂന ഫിശ്ശംസി ലൈസ ദൂനഹാ സഹാബുൻ, മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശത്ത് നിങ്ങൾക്ക് സൂര്യനെ കാണുന്നതിന് വല്ല തടസ്സവും നിങ്ങൾക്കുണ്ടാകാറുണ്ടോ, നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? സഹാബത്ത് പറയുന്നു, ലാ യാ റസൂലല്ലാഹ്, അങ്ങനെ ഒന്നും ഒരു പ്രയാസവും ഞങ്ങൾക്കുണ്ടാകാറില്ല. റസൂൽ വീണ്ടും ചോദിക്കുകയാണ്, ഹൽ തുദാറൂന ഫിൽ ഖമരി ലൈലത്തൽ ബദ്രി ലൈസ ദൂനഹു സഹാബുൻ, അവിടുന്ന് ചോദിക്കുകയാണ്, പൂർണ്ണ ചന്ദ്രൻ ഉദിക്കുന്ന രാത്രിയിൽ, അന്ന് മേഘങ്ങളില്ലാത്ത അന്ന് ആ പൂർണ്ണ ചന്ദ്രനെ കാണുന്നതിന് നിങ്ങൾക്ക് വല്ല തടസ്സവും പ്രയാസവും ഉണ്ടാകാറുണ്ടോ? സഹാബത്ത് പറയുന്നു, ഒരു പ്രയാസവും ഞങ്ങൾക്ക് അനുഭവപ്പെടാറില്ല. റസൂലുള്ളാഹി പറയുന്നു, ഫഇന്നകും തറൗനഹു യൗമൽ ഖിയാമത്തി കദാലിക്, നിങ്ങൾ അതുപോലെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കാണുന്നതാണ്. ആ സൂര്യനെയും ആ ചന്ദ്രനെയും നിങ്ങൾ എത്ര വ്യക്തതയോടെ കണ്ടുവോ ആ വ്യക്തത പോലെ നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നതാണ്. ഇവിടെ അള്ളാഹുവിനെ സൂര്യനോട് ഉപമിച്ചിട്ടില്ല, അള്ളാഹുവിനെ ചന്ദ്രനോട് ഉപമിച്ചിട്ടില്ല, മറിച്ച് ആ വ്യക്തത പോലെ, ആ കാഴ്ചയുടെ വ്യക്തത എങ്ങനെയാണോ അതേ വ്യക്തത പോലെ, അതിനേക്കാൾ വ്യക്തമായി ഖിയാമത്ത് നാളിൽ മുഅ്മിനീങ്ങളായ ആളുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ണുകൊണ്ട് നേരിട്ട് കാണുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ ആളുകൾ, അവകാശികൾ, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കപ്പെട്ടതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുകയാണ്, തുരീദൂന ശൈഅൻ അസീദുക്കും, നിങ്ങൾക്ക് വല്ല കാര്യവും ഞാൻ വർദ്ധിപ്പിച്ച് നൽകേണ്ടതായിട്ടുണ്ടോ, നിങ്ങൾ അതിനാഗ്രഹിക്കുന്നുണ്ടോ? സ്വർഗ്ഗവാസികൾ അവർ പറയുന്നു, അലം തുബയ്യിദ് വുജൂഹന,
നീ ഞങ്ങളുടെ മുഖങ്ങളെ പ്രകാശിപ്പിച്ചില്ലേ? അലം തുദ്ഖിലിനൽ ജന്നത വതുനജ്ജീനാ മിനൻ നാർ, നരകത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തില്ലേ? അള്ളാഹു അവർക്ക് നൽകിയ നിഅമത്തുകൾ എടുത്തു പറയുകയാണ്. അള്ളാഹുവിനോടൊന്നും വേണ്ടതില്ല എന്ന് അവർ പറഞ്ഞില്ല, മറിച്ച് അള്ളാഹു നൽകിയ നിഅമത്തുകൾ അവരെടുത്തു പറയുന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ് ഫയക്ഷിഫുൽ ഹിജാബ്, ആ സന്ദർഭത്തിൽ മുഅ്മിനീങ്ങൾക്കും അള്ളാഹുവിനും ഇടയിലുള്ള ആ മറ അത് നീക്കുന്നതാണ്, അത് നീങ്ങുന്നതാണ്. ഏതാണ് ആ മറ? മറ്റു ഹദീസുകളിൽ നമുക്ക് കാണാം വഹിജാബുഹു തആല മിനൻ നൂർ, പ്രകാശത്താലുള്ള ഒരു മറയാണ്. ആ മറ നീങ്ങുന്നതോടുകൂടി മുഅ്മിനീങ്ങളായ ആളുകൾ സ്വർഗ്ഗത്തിൽ വെച്ച് അള്ളാഹുവിനെ അവർ നേരിട്ട് കണ്ണുകൾ കൊണ്ട് ദർശിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു ഫമാ ഉഅതു ശൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം അസ്സ വജൽ, അള്ളാഹുവിലേക്ക് നോക്കുന്നതിനേക്കാൾ, അള്ളാഹുവിന്റെ മുഖം ദർശിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെട്ട മറ്റൊന്നും സ്വർഗ്ഗത്തിലുള്ള ആളുകൾക്ക് അവർക്ക് നൽകപ്പെടുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സ്വർഗ്ഗത്തിൽ ഒരു മുഅ്മിൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത് അവന്റെ റബ്ബിനെ കാണുക എന്നുള്ളത് തന്നെയാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം ഫഅഅ്ളമു നഈമിൽ ആഖിറതി വലദ്ദാതിഹാ ഹുവ അൻ-നദറു ഇലാ വജ്ഹി റബ്ബി ജല്ല ജലാലുഹു, ആഖിറത്തിലെ പരലോകത്തെ ഏറ്റവും വലിയ നിഅമത്ത്, അവിടുത്തെ ഏറ്റവും വലിയ ആസ്വാദനം എന്ന് പറയുന്നത് അത് റബ്ബിന്റെ മുഖത്തേക്ക് നോക്കുക എന്നുള്ളതാണ്. വസമാഉ കലാമിഹി മിൻ, അല്ലാഹുവിൽ നിന്ന് അല്ലാഹുവിന്റെ സംസാരം നേരിട്ട് കേൾക്കുക. വൽ ഖുർബു മിൻ, അല്ലാഹുവോട് അടുക്കുക. ഈ കാര്യങ്ങളൊക്കെയാണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. അദ്ദേഹം മറ്റൊരിക്കൽ പറഞ്ഞു ഫഅത്യബു മാ ഫി ദുനിയ മഅരിഫതുഹു വമഹബ്ബതുഹു, ഈ ദുനിയാവിലെ ഏറ്റവും ആസ്വാദ്യകരമായ കാര്യം എന്താണ്? റബ്ബിനെ കുറിച്ച് പഠിക്കുക, റബ്ബിന്റെ ഇഷ്ടം കരസ്ഥമാക്കുക, ആ റബ്ബിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. വഅലദ്ദു മാ ഫിൽ ആഖിറതി റുഅയതുഹു വമുശാഹദതുഹു, എന്നാൽ ആഖിറത്തിൽ ഏറ്റവും ആസ്വാദ്യകരമായ കാര്യം എന്ന് പറയുന്നത് അത് ആ റബ്ബിനെ കാണുകയും ആ റബ്ബിനെ നേരിട്ട് കാണുക എന്നുള്ളതാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ഭംഗിയുള്ളവനാണ്. ഈ ദുനിയാവിൽ ഭംഗിയുള്ള പല കാര്യങ്ങളെയും അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. ഭംഗിയുള്ള മനുഷ്യരുണ്ട്, ഭംഗിയുള്ള മൃഗങ്ങളുണ്ട്, ഭംഗിയുള്ള പല പല കാര്യങ്ങളുമുണ്ട്. യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഭംഗി എത്രയാണ്, അതുപോലെ ആദം അലൈഹിസ്സലാമിന്റെ ഭംഗി എത്രയാണ്. എന്നാൽ അതിനേക്കാളെല്ലാം ഭംഗിയുള്ളവനായ അല്ലാഹു സുബ്ഹാനഹു വതആല, ആ റബ്ബിന്റെ മുഖത്തേക്ക് നോക്കാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നുള്ളത്, ആ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്നുള്ളത്, അതങ്ങേയറ്റം ഭാഗ്യം ലഭിച്ചവർക്ക് മാത്രമേ, തൗഫീഖ് ലഭിച്ചവർക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രാർത്ഥിച്ചതായി കാണാം വഅസ്അലുക ലദ്ദതൻ നദരി ഇലാ വജ്ഹിക്, അല്ലാഹുവേ നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴുള്ള ആ ആസ്വാദനം, ആ അനുഭൂതി ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വഅസ്അലുക ശൗഖ ഇലാ ലിഖാഇക്, അല്ലാഹുവേ നിന്നെ കണ്ടുമുട്ടാനുള്ള ആഗ്രഹം അതും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് ദീർഘമേറിയ ഒരു പ്രാർത്ഥനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പ്രാർത്ഥിച്ചതായി കാണാം. ഇതാണ് മുഅ്മിനീങ്ങളായ ആളുകൾ, അവർ മഹ്ശറിൽ വെച്ചും അതുപോലെ സ്വർഗ്ഗത്തിൽ വെച്ചും അല്ലാഹു സുബ്ഹാനഹു വതആലയെ കാണുമെന്ന കാര്യം. എന്നാൽ മഹ്ശറിൽ വെച്ച് ആരൊക്കെ കാണും? ഈ വിഷയത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിനിടയിൽ 3 അഭിപ്രായങ്ങളാണുള്ളത്. മഹ്ശറിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വതആലയെ ആരെല്ലാം കാണുമെന്ന വിഷയത്തിൽ 3 അഭിപ്രായമാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിനിടയിൽ ഉള്ളത്. ഒന്നാമത്തെ അഭിപ്രായം മുഅ്മിനീങ്ങൾ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വതആലയെ മഹ്ശറിൽ വെച്ച് കാണുകയുള്ളൂ. അതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ഈ ഒരു അഭിപ്രായമാണ്. കാഫിറുകളായ ആളുകൾ അവർ ഒരിക്കലും ഒരു സന്ദർഭത്തിലും അവർ അല്ലാഹുവെ കാണുകയില്ല എന്നാണ് ആ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ അഭിപ്രായം എന്താണ്? മുഅ്മിനുകളായ ആളുകളും അതുപോലെ തന്നെ ഈ ഉമ്മത്തിൽപ്പെട്ട മുനാഫിക്കുകളായ ആളുകൾ അവരും അല്ലാഹുവിനെ കാണും. പിന്നീട് മുനാഫിക്കുകളായ ആളുകളിൽ നിന്ന് ആ കാഴ്ചയെ മറയിടപ്പെടുന്നതാണ്. അതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഇമാം ഇബ്നു ഖുസൈമ റഹിമഹുല്ലാഹ് അദ്ദേഹമൊക്കെ ഈ ഒരു അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ അഭിപ്രായം മുഅ്മിനീങ്ങളായ ആളുകളും മുനാഫിക്കുകളായ ആളുകളും അതുപോലെ തന്നെ കാഫിറുകളായ ആളുകളും എല്ലാവരും മഹ്ശറിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വതആലയെ കാണുന്നതാണ്. പിന്നീട് മുനാഫിക്കുകളിൽ നിന്നും കാഫിറുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല അത് മറയിടുന്നതാണ്. ഈ ഒരു അഭിപ്രായമാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അവരൊക്കെ ഈ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിനിടയിൽ 3 അഭിപ്രായങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു വ്യക്തി ഒരു അഭിപ്രായം സ്വീകരിച്ചാൽ അതിന്റെ പേരിൽ അവനെ ബിദ്അത്ത് ആരോപിക്കേണ്ടതില്ല. കാരണം ഇത് അഹ്ലുസുന്ന വൽ ജമാഅത്തിനിടയിൽ ആ പണ്ഡിതന്മാർക്കിടയിൽ വന്നിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ്. തെളിവുകളുടെ പിൻബലത്തിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം. നാം മുമ്പ് പറഞ്ഞതുപോലെ ബിദ്അത്തിന്റെ ആളുകൾ, ബിദ്അത്തിന്റെ കക്ഷികൾ അവർ അല്ലാഹുവിന്റെ റുഅയത്തിനെ നിഷേധിച്ച ആളുകളാണ്. അതിനെ നിഷേധിക്കാൻ അവർ ദുർവ്യാഖ്യാനിക്കുന്ന ഒരു ആയത്തുണ്ട് വിശുദ്ധ ഖുർആനിൽ. മഹാനായ മൂസ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വതആലയുമായി നേരിട്ട് സംസാരിച്ച രംഗം അത് വിശദീകരിക്കുന്ന, അത് പറയുന്ന ആയത്തുണ്ട്. ആ ആയത്തിൽ നമുക്ക് കാണാം മൂസ അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു
ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക്, എന്റെ റബ്ബേ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരൂ, ഞാൻ നിന്നെ ഒന്ന് നോക്കിക്കാണട്ടെ. മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുകയാണ്. ആ സമയത്ത് അള്ളാഹു പറയുന്നു ഖാല ലൻ തറാനി, ലൻ തറാനി, നീ എന്നെ കാണുകയില്ല തന്നെ. ഈ ആയത്തിന്റെ ഈ വാക്യം, ഈ കഷ്ണം ഉപയോഗിച്ചുകൊണ്ട് ബിദ്അത്തിന്റെ കക്ഷികൾ അവർ പറയുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഒരിക്കലും കാണുകയില്ല. അവർ അതിന് തെളിവ് പറയുന്ന കാര്യം എന്താണ്? ലൻ എന്നുള്ളത് അറബിയിൽ ലൻ എന്ന് വന്നാൽ അവിടെ ഒരിക്കലും എന്നുള്ള അർത്ഥം ലഭിക്കും എന്നാണ് അവർ അവരുടെ വാദത്തിനായി സ്ഥാപിച്ചെടുക്കുന്നത്. എന്നാൽ അറബിയിൽ ലൻ എന്ന് വന്നാൽ അവിടെ ഒരിക്കലും കാണുകയില്ല എന്ന അർത്ഥം ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? ഖാല ലൻ തറാനി, നീ എന്നെ കാണുകയില്ല തന്നെ എന്നാണ്. അതല്ലാതെ ഒരിക്കലും കാണുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ മറുപടിയായി പണ്ഡിതന്മാർ പറയുന്നത്, മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ച കാര്യം എന്താണ്? അള്ളാഹുവിനെ കാണുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ അള്ളാഹുവെ കാണുക എന്നുള്ളത് അത് സാധ്യമായ കാര്യമാണ്. അതാണ് മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചത്. അത് അസംഭവ്യമായ കാര്യമായിരുന്നുവെങ്കിൽ മൂസ അലൈഹിസ്സലാമിന്റെ ചോദ്യത്തെ അള്ളാഹു എതിർക്കുമായിരുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് പറഞ്ഞു? ലൻ തറാനി, എന്നെ കാണുകയില്ല, ഈ ദുനിയാവിൽ വെച്ച് എന്നെ കാണുകയില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കാരണം മൂസ അലൈഹിസ്സലാം ദുനിയാവിൽ വെച്ചാണ് അള്ളാഹുവെ കാണുന്നതിന് വേണ്ടി ചോദിക്കുന്നത്. അപ്പോൾ ഈ ആയത്തിന്റെ അർത്ഥം, അതിന്റെ ഉദ്ദേശം എന്താണ്? ദുനിയാവിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരും കണ്ണുകൊണ്ട് കാണുകയില്ല എന്നുള്ളതാണ്. അതല്ലാതെ നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ മുഅ്മിനീങ്ങളായ ആളുകൾ അവർ അള്ളാഹുവെ കാണുകയില്ല, ഒരിക്കലും കാണില്ല എന്നുള്ളതിന് ഈ ആയത്ത് തെളിവല്ല എന്നുള്ളത് നാം മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. ഇനി ഇതിന്റെ കൂടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത അടുത്തൊരു കാര്യമാണ്, മസ്അലയാണ്, മുഅ്മിനീങ്ങളായ ആളുകൾ അവർ ദുനിയാവിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ണുകൊണ്ട് കാണുമോ? പണ്ഡിതന്മാർ പറയുന്നു, ഇത്തഫഖ അഇമ്മത്തുൽ മുസ്ലിമീൻ അലാ അന്ന അഹദൻ മിനൽ മുഅ്മിനീന ലാ യറ അല്ലാഹ ബിഐനിഹി ഫി ദുനിയ. ദുനിയാവിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഒരാൾക്കും കാണാൻ സാധ്യമല്ല എന്ന വിഷയത്തിൽ മുസ്ലിം പണ്ഡിത ലോകം അവർ ഏകാഭിപ്രായമാണ്. അവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല, ഒരാൾക്കും കാണാൻ കഴിയുകയില്ല. മഹാനായ അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളോട് ഖുത്ബ നടത്താറുണ്ട്. അങ്ങനെ ആ ഖുത്ബയിൽ ധാരാളമായി ദജ്ജാലിനെ കുറിച്ചും ദജ്ജാലിന്റെ ഫിത്നകളെ കുറിച്ചും അവിടുന്ന് താക്കീത് ചെയ്യാറുണ്ട്. അവസാന കാലത്ത് വരാനിരിക്കുന്ന വലിയ ഫിത്നയാണ് ദജ്ജാലിന്റെ ഫിത്ന എന്ന് പറയുന്നത്. അങ്ങനെ ദജ്ജാൽ കടന്നു വരികയും ആ ദജ്ജാൽ ജനങ്ങളോട് പറയും, അന നബിയുൻ, ഞാൻ നിങ്ങളുടെ നബിയാണ്, ഞാൻ നബിയാണ്, ഞാൻ പ്രവാചകനാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, വലാ നബിയ ബഅദി, എനിക്ക് ശേഷം നബിയില്ല. എന്നിട്ട് രണ്ടാമതായി ദജ്ജാൽ വീണ്ടും പറയും, അന റബ്ബുക്കും, ഞാൻ നിങ്ങളുടെ റബ്ബാണ്. റസൂലുള്ളാഹി പറയുന്നു, വലൻ തറൗ റബ്ബക്കും ഹത്താ തമൂതു, നിങ്ങൾ മരണപ്പെടുന്നത് വരെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കാണുകയില്ല. അപ്പോൾ അള്ളാഹുവിനെ ഈ ദുനിയാവിൽ വെച്ച് കണ്ണുകൊണ്ട് കാണുക എന്നുള്ളത് അത് നടക്കാത്ത കാര്യമാണ്, അത് സംഭവിക്കാത്ത കാര്യമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ആരെങ്കിലും അള്ളാഹുവിനെ ഈ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ നീ മനസ്സിലാക്കിക്കൊള്ളുക, ഫഹുവ മുബ്തദിഉൻ, അവൻ മുബ്തദിഅാണ്, ളാലുൻ, അവൻ വഴിപിഴച്ചവനാണ്, മുഖാലിഫുൻ ലിൽ കിതാബി വസ്സുന്ന, കിതാബിനോടും സുന്നത്തിനോടും പ്രമാണങ്ങളോട് എതിരായവനാണ്, വ ഇജ്മാഇ സലഫിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ സലഫുകൾ സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും ഒക്കെ അവരുടെയൊക്കെ ഏകാഭിപ്രായം അതിന് എതിര് നിൽക്കുന്നവനാണ് അത്തരത്തിലുള്ള ആളുകളെന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. പിഴച്ചുപോയ ത്വരീഖത്തിന്റെ സൂഫികളായ ആളുകൾ അവരവരുടെ മശായിഖുമാരെ കുറിച്ചൊക്കെ ഇല്ലാത്ത കഥകൾ പറഞ്ഞതായി കാണാം. അള്ളാഹുവുമായി നേരിട്ട് സംസാരിച്ചതും അള്ളാഹുവിനെ നേരിൽ കണ്ടതുമായ ധാരാളം ഇല്ലാത്ത കഥകൾ ഓരോ ത്വരീഖത്തിന്റെ ആളുകളും അവരുടെ ശൈഖിന്റെ പേരിൽ ഇങ്ങനെ കെട്ടിച്ചമക്കുകയാണ്. ഇത്തരത്തിൽ കളവ് പറയുന്നവർ, ഇത്തരത്തിൽ വാദിക്കുന്നവൻ അവൻ വഴിപിഴച്ചവനാണ് എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. ഇനി അടുത്ത മസ്അലയായി പണ്ഡിതന്മാർ പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഈ വിഷയത്തിൽ 3 അഭിപ്രായമാണ് അഹ്ലുസുന്ന വൽ ജമാഅക്കിടയിൽ നമുക്ക് കാണാൻ കഴിയുക. ഒന്നാമത്തെ അഭിപ്രായം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലം യറാ റബ്ബഹു ലൈലത്തുൽ ഇസ്റാ വൽ മിഅ്റാജ്. ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ തന്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടില്ല. അതാണ് ഒന്നാമത്തെ അഭിപ്രായം. ഈ അഭിപ്രായം പറഞ്ഞവരാണ് മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. അവരോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിക്കുന്നുണ്ട്, ഹൽ റഅ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബഹു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? അവിടുന്ന് ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, മൻ ഹദ്ദസക
അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റഅ റബ്ബഹു ഫഖദ് കദബ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ റബ്ബിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് നിന്നോടാരെങ്കിലും പറയുകയാണെങ്കിൽ അവൻ പറഞ്ഞിരിക്കുന്നത് കളവാണ് എന്നവിടുന്ന് പറഞ്ഞതായി കാണാം. മറ്റൊരിക്കൽ അവിടുന്ന് പറഞ്ഞു, മൻ സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റഅ റബ്ബഹു ഫഖദ് അഅ്ദമ അൽ ഫിരിയത അലല്ലാഹ്. മുഹമ്മദ് നബി തന്റെ റബ്ബിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നാരെങ്കിലും വാദിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ മേൽ ഗുരുതരമായ കളവ് കെട്ടിച്ചമച്ചിരിക്കുന്നു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് രേഖപ്പെടുത്തുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ശഖീഖ് റഹിമഹുല്ലാ, അദ്ദേഹം സഹാബിയായ അബൂദർ അദ്ദേഹത്തോട് പറയുകയാണ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് പറയുന്നു, ലൗ റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലസഅൽതുഹു. ഞാൻ റസൂലിനെ നേരിട്ട് കണ്ടിരുന്നുവെങ്കിൽ ഞാൻ ആ കാര്യം ചോദിക്കുമായിരുന്നു. ആ സന്ദർഭത്തിൽ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അൻ അയ്യി ശൈഇൻ കുൻത തസ്അലുഹു. നീ റസൂലിനോട് എന്ത് കാര്യത്തെക്കുറിച്ചാണ് നീ ചോദിക്കുക? അദ്ദേഹം പറഞ്ഞു, കുൻതു അസ്അലുഹു ഹൽ റഅയ്ത റബ്ബക. റസൂലിനോട് ഞാൻ ചോദിക്കും, റസൂലെ താങ്കളുടെ റബ്ബിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കും. ഈ സന്ദർഭത്തിൽ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖദ് സഅൽതു. ഈ ചോദ്യം ഞാൻ റസൂലിനോട് ചോദിച്ചിരുന്നു. ഫഖാല. ആ സന്ദർഭത്തിൽ റസൂൽ എന്നോട് മറുപടി പറഞ്ഞു, റഅയ്തു നൂറൻ. ഞാനൊരു പ്രകാശമാണ് കണ്ടത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കണ്ടിട്ടില്ല. ഇസ്രാ മിഅ്റാജിന്റെ രാത്രി നേരിട്ട് കണ്ടിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവെ കണ്ടിട്ടുണ്ട്. ഈ ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയ സ്വഹാബിയാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. അദ്ദേഹം അല്ലാഹുവെ കണ്ടു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കണ്ണുകൊണ്ട് കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിൽ നിന്ന് ചില റിവായത്തുകൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ ഹൃദയം കൊണ്ട് കണ്ടു എന്ന് മറ്റു റിവായത്തുകളിൽ കാണാം. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം റസൂൽ കണ്ടു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല, മറിച്ച് ഹൃദയം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടു എന്നുള്ളതാണ് എന്ന് പണ്ഡിതന്മാർ അതിനെ പരസ്പരം ജംഅ് ചെയ്തുകൊണ്ട് പറഞ്ഞതായി കാണാം. മൂന്നാമത്തെ ഒരു വിഭാഗം പണ്ഡിതന്മാർ അവർ ഈ വിഷയത്തിൽ അവർ തവക്കുഫാണ് സ്വീകരിച്ചത്. അഥവാ അള്ളാഹുവിനെ നേരിട്ട് കണ്ടു എന്നോ കണ്ടിട്ടില്ല എന്നോ രണ്ടും പറയാതെ തവക്കുഫായി ആ മധ്യമ നിലപാട് അഥവാ മൗനം പാലിച്ച ആളുകളുണ്ട്. അതിൽപ്പെട്ടവരാണ് സഈദ് ഇബ്നു ജുബൈർ, ഇമാം അൽ ഖുർത്തുബി, ഇമാം അദ്ദഹബി റഹിമഹുമുള്ള. അവരൊക്കെ ഈ വിഷയത്തിൽ ആ ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനെ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ അള്ളാഹുവിനെ കണ്ടു എന്ന് പറയുന്നവരെ ആക്ഷേപിക്കുവാനോ ഇനി കണ്ടിട്ടില്ല എന്ന് പറയുന്നവരെ ആക്ഷേപിക്കുവാനോ പോകേണ്ടതില്ല, മറിച്ച് അല്ലാഹു വ റസൂലുഹു അഅലം എന്നാണ് പറയേണ്ടത് എന്ന് ഇമാം അദ്ദഹബി റഹിമഹുള്ള രേഖപ്പെടുത്തിയതായി കാണാം. ഈ വിഷയത്തിൽ നാം മുമ്പ് പറഞ്ഞു, ഒന്നാമത്തെ അഭിപ്രായം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അഭിപ്രായമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിനെ കണ്ടിട്ടില്ല, കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല. രണ്ടാമത്തെ അഭിപ്രായം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ അഭിപ്രായമാണ്. അല്ലാഹുവെ കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്, കണ്ടുകൊണ്ട് കണ്ടു എന്ന് പറയുന്നില്ല. ഈ അഭിപ്രായത്തെ പണ്ഡിതന്മാർ ജംഅ് ചെയ്തതായി കാണാം. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് അതേത് കാഴ്ചയാണ്? കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം അള്ളാഹുവിനെ കണ്ടു എന്ന് പറയുന്നത് അത് ഹൃദയം കൊണ്ട് അള്ളാഹുവെ കണ്ടു എന്നുള്ളതാണ് എന്ന് അവർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് നമുക്ക് ഈ മസ്അല പഠിക്കുന്ന സന്ദർഭത്തിൽ മനസ്സിലാകുന്ന കാര്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദുനിയാവിൽ വെച്ച് ഒരാളും തന്നെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ടിട്ടില്ല എന്നുള്ള അഭിപ്രായമാണ് ഏറ്റവും ശരിയായി മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. അള്ളാഹുവിന്റെ റുഅ്യത്തുമായി ബന്ധപ്പെട്ട മസ്അലയാണ് നാം സംസാരിച്ചു വരുന്നത്. ഇതിനെ നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ വിഷയത്തിൽ ജനങ്ങൾ മൂന്ന് വിഭാഗക്കാരാണ്. ഒന്നാമത്തെ വിഭാഗം ആളുകൾ അവർ പറയുന്നത് എന്താണ്? ഈ ദുനിയാവിൽ വെച്ചും ആഖിറത്തിൽ വെച്ചും അള്ളാഹുവിനെ കാണുക സാധ്യമല്ല. അവരാണ് ജഹ്മിയാക്കളും മുഅ്തസില വിഭാഗവും അതുപോലെ റാഫിള വിഭാഗവും. അവരൊക്കെ അള്ളാഹുവിന്റെ റുഅ്യത്തിനെ നിഷേധിച്ചവരാണ്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ ദുനിയാവിൽ വെച്ചും കാണും, ആഖിറത്തിൽ വെച്ചും കാണും. അതാണ് സൂഫികൾ, പിഴച്ചുപോയ ത്വരീഖത്തിന്റെ ആളുകൾ. അവർ പറയുന്നത് അവരുടെ ശൈഖുമാരെ കുറിച്ച്, അവരുടെ മശായിഖുമാരെ കുറിച്ച് ഇല്ലാത്ത കഥകൾ അവർ കെട്ടിച്ചമച്ചതായി കാണാം, അള്ളാഹുവെ കണ്ടു എന്ന് പറയുന്ന കഥകളൊക്കെ. എന്നാൽ മൂന്നാമത്തെ വിഭാഗം ആളുകൾ അവരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അവരുടെ നിലപാട് എന്താണ്? ഈ ദുനിയാവിൽ വെച്ച് ഒരാളും തന്നെ അള്ളാഹുവെ കണ്ടുകൊണ്ട് കാണുകയില്ല. എന്നാൽ ആഖിറത്തിൽ വെച്ച് മുഅ്മിനീങ്ങളായ ആളുകൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കാണുന്നതാണ് എന്നതാണ് ഈ വിഷയത്തിലുള്ള ശരിയായ അഭിപ്രായം. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിലപാട്. ഇതാണ് ഈ വരിയിൽ വന്നിട്ടുള്ള ഒന്നാമത്തെ വിഷയം, റുഅ്യത്തുല്ലാഹ്. രണ്ടാമത്തെ വിഷയമായി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുള്ളത് നുസൂലുല്ലാഹി തആല, അള്ളാഹുവിന്റെ ഇറക്കമാണ്. അള്ളാഹുവിന്റെ ഫിഅലുകൾ, അള്ളാഹുവിന്റെ സിഫാത്തുകൾ അത് രണ്ട് രൂപത്തിലുണ്ട് എന്ന് നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്.
ഒന്നാമത്തേത് സിഫാത്തുൽ ദാത്തിയ്യ, അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ ഉള്ള സിഫാത്തുകൾ, അഥവാ അള്ളാഹുമായി ഒരിക്കലും വേർപിരിയാത്ത സിഫത്തുകൾ. അള്ളാഹുവിന്റെ ഇൽമ്, അതുപോലെ അൽ ഹയാത്ത്, ഇതൊക്കെ അള്ളാഹുവിന്റെ അസ്തിത്വവുമായി എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിൽ നിന്ന് ഒരിക്കലും അത് വേർപിരിയുകയില്ല. രണ്ടാമത്തേത് സിഫാത്തുൽ ഫിഅലിയ്യ, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ. ഇത് അള്ളാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്നതാണ്. അത് അള്ളാഹുവിന്റെ മശീഅത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ നുസൂൽ എന്ന് പറയുന്നത് അതേത് സിഫത്താണ്? സിഫാത്തുൽ ഫിഅലിയ്യയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മഹത്വത്തിനും അവന്റെ അവമത്തിനും യോജിച്ച രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങുന്നതാണ്. ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞ അള്ളാഹുവിന്റെ റുഅ്യത്ത്, ആ റുഅ്യത്തിന്റെ ഹദീസുകൾ എന്തായിരുന്നു? മുതവാത്തിറായ ഹദീസായിരുന്നു. അതുപോലെ തന്നെയാണ് അള്ളാഹുവിന്റെ നുസൂലുമായി ബന്ധപ്പെട്ട കാര്യം, അതും മുതവാത്തിറായ ഹദീസാണ്. ഒരാൾക്കും അതിനെ എതിർക്കാൻ സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരു കൂട്ടം സഹാബികൾ, പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, 27ഓളം സഹാബികൾ ഉദ്ധരിച്ച ഹദീസാണ് ഹദീസുൻ നുസൂൽ എന്ന് പറയുന്നത്. എന്നിട്ടും പിഴച്ചുപോയ ആളുകൾ, ബിദ്അത്തിന്റെ കക്ഷികൾ, അവരതിനെ നിഷേധിക്കുന്നതായി, അതിനെ തള്ളുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇമാം അൽ ഹാഫിദ് അൽ ഹകമി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, وقد روى الثقات عن خير الملأ بأنه عز وجل وعلا. وقد روى الثقات, വിശ്വസ്തരായ സ്വഹാബത്ത് അവർ നമുക്ക് റിപ്പോർട്ട് ചെയ്തു തന്നിട്ടുണ്ട്, നമുക്ക് ഉദ്ധരിച്ചു നൽകിയിട്ടുണ്ട്. ആരിൽ നിന്ന്? അൻ ഖൈരിൽ മല, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. എന്താണ് നമുക്ക് അറിയിച്ചു നൽകിയ കാര്യം? ബിഅന്നഹു അസ്സ വജല്ല, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫീ സുലുസിൽ ലൈലിൽ അഖീർ യൻസിലു, രാത്രിയുടെ അവസാനത്തെ 1/3 അല്ലാഹു ആകാശത്തേക്ക് ഇറങ്ങി വരും, ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരും. യഖൂലു ഹൽ മിൻ താഇബിൻ ഫയുഖ്ബിലു, എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, പശ്ചാത്തപിക്കുന്നവനായി ആരെങ്കിലും ഉണ്ടോ? ഞാൻ അവന്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ്. ഹൽ മിൻ മുസീഇൻ ത്വാലിബിൻ ലിൽ മഗ്ഫിറ, പാപമോചനം തേടുന്ന തെറ്റുകൾ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? യജിദ് കരീമൻ ഖാബിലൻ ലിൽ മഅദിറ, മാപ്പ് നൽകുന്നവനായ ഉദാരവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന് കണ്ടെത്താൻ കഴിയുമെന്ന് അദ്ദേഹം തന്റെ കവിതയിൽ രേഖപ്പെടുത്തിയതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ കാന സുലുസുൽ ലൈലിൽ ബാഖി, രാത്രിയുടെ 1/3 അവസാനിക്കുന്ന സന്ദർഭത്തിൽ, യഹ്ബിതുല്ലാഹു അസ്സ വജല്ല ഇല അസ്സമാഇ ദുനിയ, ഭൂമിയോടടുത്ത ആകാശത്തേക്ക് അല്ലാഹു ഇറങ്ങി വരികയാണ്. ثم تفتح أبواب السماء, പിന്നീട് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. ثم يبسط يده, എന്നിട്ട് അല്ലാഹു തന്റെ കരങ്ങൾ, അല്ലാഹു തന്റെ കൈ നീട്ടിയിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫയഖൂലു ഹൽ മിൻ സായിലിൻ യുഅതാ സുഅലഹു, എന്നോട് ചോദിക്കുന്നവനായി ആരുണ്ട്? ഞാൻ അവന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. ഫലാ യസാലു കദാലിക ഹത്താ യത്ലുഅ അൽ ഫജ്ർ, പ്രഭാതമാകുന്നതുവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, യൻസിലു റബ്ബുനാ തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല അസ്സമാഇ ദുനിയ, എല്ലാ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാനത്തെ 1/3 അവശേഷിക്കുന്ന സന്ദർഭത്തിൽ. എന്നിട്ട് അല്ലാഹു പറയുന്നു, മൻ യദ്ഉനി ഫഅസ്തജീബ ലഹ്, ആരാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ അവന് ഉത്തരം നൽകുന്നതാണ്. മൻ യസ്അലുനി ഫഉഅതിയഹ്, ആരാണ് എന്നോട് തേടുന്നത് ഞാൻ അവന് നൽകുന്നതാണ്, ചോദിക്കുന്നത് ഞാനത് അവന് നൽകുന്നതാണ്. മൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹ്, ആരാണ് എന്നോട് പാപമോചനം തേടുന്നത് ഞാൻ അവന് മാപ്പാക്കി കൊടുക്കുന്നതാണ്. എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദിവസവും എല്ലാ രാത്രിയിലും അവസാനത്തെ 1/3 അവശേഷിക്കുന്ന സന്ദർഭത്തിൽ ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ അല്ലാഹു ഇറങ്ങി വരുന്ന സമയമാണ് രാത്രിയുടെ അവസാന ഭാഗം എന്ന് പറയുന്നത്. ആ സന്ദർഭത്തിൽ അല്ലാഹു നമ്മോട് ചോദിക്കുകയാണ്, പാപമോചനം തേടുന്നതിനായി നമ്മുടെ കരങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഉയരേണ്ട സന്ദർഭമാണത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, വമൻ യഅമൽ സൂഅൻ, ആരെങ്കിലും വല്ല തിന്മ പ്രവർത്തിക്കുകയോ, ഔ യദ്ലിം നഫ്സഹു, സ്വന്തത്തോട് ദുൽമ ചെയ്യുകയും, എന്നിട്ട് സുമ്മ യസ്തഗ്ഫിരില്ലാ, എന്നിട്ട് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുകയുമാണെങ്കിൽ, യജിദില്ലാഹ ഗഫൂറർ റഹീമ, അവന് അല്ലാഹുവിനെ ഗഫൂറായി അഥവാ ധാരാളം പൊറുക്കുന്നവനായി, അതുപോലെ റഹീമായി കരുണ ചെയ്യുന്നവനായി അല്ലാഹുവിനെ അവന് കണ്ടെത്താൻ കഴിയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഒരു ഹദീസിൽ പറഞ്ഞതായി കാണാം, യാ ഇബാദി, എന്റെ അടിമകളെ, ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ, രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ നിങ്ങൾ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരായ ആളുകൾ അവർ ധാരാളം തെറ്റുകൾ സംഭവിക്കുന്നവരാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വഅന അഗ്ഫിറു ദുനൂബ ജമീഅ, ഞാൻ എല്ലാ പാപവും എല്ലാ തെറ്റുകളും ഞാൻ മാപ്പാക്കി നൽകുന്നതാണ്. അതുകൊണ്ട് ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, നിങ്ങൾ എന്നോട് ഇസ്തിഗ്ഫാർ ചോദിച്ചുകൊള്ളുക, ഞാൻ നിങ്ങൾക്ക് പുറത്തു നൽകുമെന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മറ്റൊരു ഹദീസിൽ, ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു പറയുന്നു, യബ്ന ആദം, മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്നക മാ ദഅൗതനി വറജൗതനി ഗഫർതു ലക അലാ മാ കാന ഫീക വലാ ഉബാലി. നീ എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാലമത്രയും, എന്റെ റഹ്മത്തിൽ പ്രതീക്ഷയർപ്പിക്കുന്ന കാലമത്രയും ഞാൻ നിനക്ക് മാപ്പാക്കി നൽകുന്നതാണ്. നിന്റെ തെറ്റുകൾ അത് ഞാൻ ഗൗനിക്കുകയില്ല. യബ്ന ആദം, അല്ലയോ മനുഷ്യ, ലൗ ബലഗത് ദുനൂബുക അനാന അസ്സമാ, നിന്റെ തെറ്റുകൾ അത് മേഘങ്ങൾ കണക്കെ മേഘമുട്ടെ ഉണ്ടെങ്കിലും, അതല്ല ആകാശം മുട്ടെ നീ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും, തുമ്മ ഇസ്തഗ്ഫർതനി, പിന്നീട് നീ എന്നോട് ഇസ്തിഗ്ഫാർ ചോദിക്കുകയാണെങ്കിൽ, ഗഫർതു ലക, ഞാൻ നിനക്ക് പുറത്തു നൽകുന്നതാണ്. വലാ ഉബാലി, നീ മുൻപ് ചെയ്ത തെറ്റുകൾ അത് ഞാൻ ഗൗനിക്കുകയില്ല. യബ്ന ആദം, അല്ലയോ മനുഷ്യ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഭൂമി മുഴുവൻ തെറ്റുകളുമായി കൊണ്ടാണ് നീ എന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈഅ, എന്നിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്തവനായി എന്നെ നീ കണ്ടുമുട്ടുകയാണെങ്കിൽ, ലഅതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, ഭൂമി മുഴുവൻ തെറ്റുമായി കടന്നു വന്ന നിന്നിലേക്ക് അത്ര തന്നെ ഭൂമിയോളം മഗ്ഫിറത്തുമായി ഞാൻ നിന്നിലേക്ക് വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തെറ്റുകൾ സംഭവിച്ചു പോയ ആളുകൾ, തെറ്റുകളിൽ മുഴുകിപ്പോയ ആളുകൾ, അവർ നിരാശപ്പെടേണ്ടതില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി നാം ഇസ്തിഗ്ഫാർ നടത്തുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം മാപ്പാക്കി നൽകുന്നതാണ്. നാം അവസാനം പറഞ്ഞ ഹദീസ്, യൻസിലു റബ്ബുന തബാറക വ തആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ. ഈ ഹദീസിൽ അല്ലാഹുവിന്റെ 3 സിഫത്തുകളുണ്ട്. ഏതൊക്കെയാണത്? ഒന്നാമത്തേത് അൻ-നുസൂൽ, അല്ലാഹു ഇറങ്ങുമെന്നുള്ള സിഫത്ത്. രണ്ടാമത്തേത് അൽ കലാം, അല്ലാഹു ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? മയ്യദഊനി ഫഅസ്തഗ്ഫിർ ലഹു. മൂന്നാമത്തേത് അൽ ഉലൂ, അല്ലാഹു ഉന്നതിയിലുള്ളവനാണ്. കാരണം നുസൂൽ എന്ന് പറയുന്നത് ഉയരത്തിൽ നിന്ന് താഴയിലേക്ക് ഇറങ്ങുന്നതാണെന്ന് പറയാം അൻ-നുസൂൽ എന്ന് പറയുക. അപ്പോൾ അല്ലാഹു എല്ലാ സൃഷ്ടികൾക്കും മീതെയുള്ളവനാണ്, അല്ലാഹു ഉലൂവിലുള്ളവനാണ്. അല്ലാഹുവിന്റെ ഉലൂ എന്നുള്ള സിഫത്തിനെയും ഈ ഹദീസ് അറിയിക്കുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഉലൂവിനെ അറിയിക്കുന്ന ധാരാളം തെളിവുകളുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണെന്ത്? അല്ലാഹുവിൽ നിന്ന് ഇന്ന കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുന്നു എന്ന് പറയുന്ന ആയത്തുകളൊക്കെ അത് അല്ലാഹു അവന്റെ ഉലൂവിലാണ് എന്നതിന്റെ തെളിവുകളാണ്. വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും. തൻസീലുൽ കിതാബ്, അതുപോലെ തന്നെ ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ, നാമാണ് ഈ ദിക്റിനെ ഇറക്കിയത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. അപ്പോൾ അൻ-നുസൂൽ എന്ന് പറയുന്നത് അത് ഉലൂവിൽ നിന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹുവിൽ നിന്ന് ഇന്ന കാര്യങ്ങളൊക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അല്ലാഹു ഉലൂവിലുള്ളവനാണ് എന്നതിന്റെ തെളിവാണത്. അതുപോലെ തന്നെ അല്ലാഹുവിലേക്ക് ചില കാര്യങ്ങൾ കയറിപ്പോകുന്നുണ്ട് എന്നറിയിക്കുന്ന ആയത്തുകളുണ്ട്. അതും അല്ലാഹുവിന്റെ ഉലൂവിനുള്ള തെളിവാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ്, നല്ല വാക്കുകൾ അത് അല്ലാഹുവിലേക്ക് കയറിപ്പോകുന്നു. അപ്പോൾ അല്ലാഹു ഉലൂവിലുള്ളവനാണ് എന്നതിന്റെ തെളിവാണത്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ അൽ അലി എന്ന് അറിയിക്കുന്ന ആയത്തുകൾ അതെല്ലാം അല്ലാഹു ഉലൂവിലാണ് എന്നതിന്റെ തെളിവുകളാണ്. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല, അതുപോലെ വഹുവൽ അലിയുൽ അദീം, അതുപോലെ തന്നെ വഹുവൽ കബീറുൽ മുതആൽ, ഇങ്ങനെ ധാരാളം ആയത്തുകളുണ്ട്. അപ്പോൾ അല്ലാഹുവിന്റെ ഉലൂവിനെ അറിയിക്കുന്ന വ്യത്യസ്തങ്ങളായ തെളിവുകളുണ്ട്. അതെല്ലാം നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അല്ലാഹു അവൻ ഉലൂവിലുള്ളവനാണ് എന്നത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസകാര്യമാണ് എന്നതിന്റെ ഇടയിൽ മനസ്സിലാക്കി വെക്കുക. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നുസൂൽ, അതിന്റെ ചില സമയങ്ങൾ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തേത് നമ്മൾ പറഞ്ഞു, രാത്രിയുടെ 1/3 അവസാനിക്കുന്ന സന്ദർഭം. മറ്റൊരു സന്ദർഭമാണ് അറഫാ ദിനത്തിൽ വൈകുന്നേരം. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് ഹദീസിൽ കാണാം. അവിടുന്ന് പറയുന്നു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിക അല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫാ ദിനത്തേക്കാൾ കൂടുതൽ അടിമകളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല. എന്നിട്ട് പറയുകയാണ്, വ ഇന്നഹു ലയദ്നു, ആ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫയിലുള്ള ആളുകളുടെ അടുക്കലേക്ക് അവരോട് അടുക്കുന്നതാണ്. എന്നിട്ട് സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ അടുക്കൽ അഭിമാനം കൊള്ളുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇവിടെ നുസൂൽ എന്നതിന്റെ പകരമായി അദ്ദുനൂ എന്നുള്ള വാക്യമാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. എന്നാൽ മറ്റു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, മാ മിൻ യൗമിൻ അഫ്ളല ഇൻദല്ലാഹി മിൻ യൗമി അറഫ, അറഫാ ദിനത്തേക്കാൾ അല്ലാഹുവിന്റെ പക്കൽ ശ്രേഷ്ഠമായ മറ്റൊരു ദിവസവുമില്ല. എന്നിട്ട് പറയുന്നു, യൻസിലുല്ലാഹു തബാറക വ തആല ഇലസ് സമാഇ ദുനിയ, അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിനോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങുന്നതാണ്. അപ്പോൾ ഈ 2 സന്ദർഭങ്ങളാണ് ഹദീസുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അല്ലാഹുവിന്റെ നുസൂൽ എന്ന സിഫത്തുമായി ബന്ധപ്പെട്ട് അതിൽ ജനങ്ങൾ 3 വിഭാഗക്കാരാണ്. ഒന്നാമത്തേത് അഹ്ലുസുന്ന വൽ ജമാഅ, അവരുടേതാണ് ശരിയായ വിശ്വാസം. അവരെന്താണ് വിശ്വസിക്കുന്നത്?
അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ദുനിയാവിനോട് അടുത്ത ആകാശത്തേക്ക് രാത്രിയുടെ അവസാനത്തിൽ 1/3 അവസാനിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു ഇറങ്ങുന്നതാണ്. അല്ലാഹുവിന്റെ മഹത്വത്തിനും അവന്റെ അളവത്തിനും യോജിക്കുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങുന്നതാണ്. അപ്പോൾ അല്ലാഹുവിന്റെ നുസൂൽ എന്ന സിഫത്ത് അത് നമ്മൾ സ്ഥിരപ്പെടുത്തുന്ന സന്ദർഭത്തിൽ അഹ്ലുസുന്ന പിഴച്ചുപോയ രണ്ട് വിഭാഗത്തിൽ നിന്ന് അവർ വേറിട്ട് നിൽക്കുകയാണ്. ഒന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? ഈ നുസൂലിനെ നിഷേധിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ നുസൂലിനെ അതിനെ നിഷേധിക്കുന്ന ആളുകൾ. രണ്ടാമത്തേത് അള്ളാഹുവിന്റെ നുസൂലിനെ അതിനെ സാദൃശ്യപ്പെടുത്തുന്നവർ, സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തുന്ന ആളുകൾ. ഈ രണ്ട് പിഴച്ച വിഭാഗത്തിൽ നിന്നും അതിൽ നിന്നും വേറിട്ടുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅ അവർ നിലകൊള്ളുന്നത്. അള്ളാഹുവിന്റെ നുസൂൽ അതുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ വിഭാഗം ആളുകൾ അവർ അഹ്ലുസുന്ന വൽ ജമാഅയാണ്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ അവർ മുശബ്ബിഹകളാണ്. അഥവാ അള്ളാഹുവിന്റെ നുസൂലിനെ സൃഷ്ടികളുടെ നുസൂലുമായി അതിനെ സാദൃശ്യപ്പെടുത്തിയവർ. അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അത് എന്റെ ഇറക്കം പോലെയാണ്, അതല്ലെങ്കിൽ അത് ഇന്ന ഇന്ന ആളുകളുടെ ഇറക്കം പോലെയാണ് എന്ന് സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തിയ ആളുകൾ. ഇമാം നുഐബ് ബിൻ ഹമ്മാദ് അൽ ഖുസാഇ, ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. അദ്ദേഹം പറഞ്ഞതായി കാണാം, മൻ ശബ്ബഹല്ലാഹ ബിഖൽഖിഹി ഫഖദ് കഫർ. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തിയാൽ അവൻ കാഫിറായിരിക്കുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തശ്ബീഹ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തംസീൽ എന്ന് പറയുന്നത് അത് അഹ്ലുസുന്നയുടെ മാർഗമല്ല, അത് പിഴച്ചുപോയ ആളുകളുടെ മാർഗമാണ്. ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്ന ഒരു യാത്രക്കാരൻ, അദ്ദേഹം തന്റെ യാത്രാക്കുറിപ്പിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ കുറിച്ച് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതായി കാണാം. അദ്ദേഹം ദിമശ്കിലെത്തിയ സന്ദർഭത്തിൽ അവിടുത്തെ പള്ളിയിൽ പ്രവേശിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ഒരാൾ മിമ്പറിൽ വെച്ച് അള്ളാഹുവിന്റെ ഹദീസുൻ നുസൂൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മിമ്പറിൽ നിന്ന് അദ്ദേഹം മിമ്പറിന്റെ ഓരോ ചവിട്ടുപടികളും ഇങ്ങനെ ഇറങ്ങി എന്നിട്ട് പറയുകയാണ്, അള്ളാഹു ഇങ്ങനെയാണ് ഇറങ്ങുക. എന്നിട്ട് ഇബ്നു ബത്തൂത്ത അദ്ദേഹം പറയുന്നു, അതാരായിരുന്നു? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയായിരുന്നു എന്ന് അദ്ദേഹം കള്ളം പറയുകയാണ്. ഇബ്നു തൈമിയയുടെ പേരിൽ ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്ന ഒരു സഞ്ചാരി അദ്ദേഹത്തിന്റെ കിതാബിൽ കളവ് രേഖപ്പെടുത്തിയതായി കാണാം. യഥാർത്ഥത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം ഇതിനെതിരെ ശക്തമായി ഗണ്ണിച്ച വ്യക്തിയാണ്. അള്ളാഹുവിന്റെ സിഫാത്തുകളെ സൃഷ്ടികളുടെ വിശേഷണവുമായി അതിനെ താരതമ്യപ്പെടുത്താൻ പാടില്ല എന്ന് അങ്ങേയറ്റം വാദിച്ച, അതിനുവേണ്ടി പേജുകളും ഗ്രന്ഥങ്ങളും എഴുതിയ വ്യക്തിയാണ്. മാത്രമല്ല ഇബ്നു ബത്തൂത്ത എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ദിമശ്കിൽ വന്ന സന്ദർഭത്തിൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹം ജയിലിലായിരുന്നു. പിന്നീട് എങ്ങനെയാണ് അദ്ദേഹത്തിനെ കുറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കുക? ഇതൊരിക്കലും ശരിയായതല്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ സിഫാത്തുകൾ അതിൽ പിഴച്ചുപോയ രണ്ട് വിഭാഗമുണ്ട്, പ്രധാനപ്പെട്ട രണ്ട് വിഭാഗം. ഒന്നാമത്തെ വിഭാഗം ആളുകൾ, അവർക്ക് സംഭവിച്ച തെറ്റെന്താണ്? തംസീലാണ് അവർക്ക് സംഭവിച്ചത്. തംസീൽ എന്ന് പറഞ്ഞാൽ ഉപമിക്കുക, അഥവാ അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു സിഫത്തിനെ അത് ഇന്ന ഇന്ന സൃഷ്ടികളോട് ഉപമിക്കുക. അള്ളാഹുവിന്റെ വജ്ഹ് എന്ന് പറഞ്ഞാൽ അത് എന്റെ വജ്ഹ് പോലെയാണ്, അതല്ലെങ്കിൽ ഇന്ന ഇന്ന വജ്ഹ് പോലെയാണ്. അള്ളാഹുവിന്റെ നുസൂൽ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെയാണ്, ഇന്ന സൃഷ്ടിയുടെ നുസൂല് പോലെയാണ് എന്താക്കുക എന്ന് സദൃശ്യപ്പെടുത്തുക. അവരെയാണ് അൽ മുമസ്സില അല്ലെങ്കിൽ അൽ മുശബ്ബിഹ എന്ന് പറയാറുള്ളത്. രണ്ടാമത്തെ വിഭാഗം ആളുകൾ അവർക്ക് സംഭവിച്ചത് എന്താണ്? തഅ്തീൽ. അവർ നിഷേധിക്കുകയാണ്, അള്ളാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിക്കുകയാണ്. അവർ നിഷേധിക്കാനുള്ള അവരുടെ അടിസ്ഥാനം എന്തായിരുന്നു? അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ സിഫാത്തുകളെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്താൻ പാടില്ല, അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് നാം അള്ളാഹുവിന് കൈയുണ്ട്, അതിൽ അള്ളാഹു ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നൊക്കെ പറഞ്ഞാൽ അത് സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലാകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ സിഫാത്തുകൾ തന്നെയില്ല എന്ന് പറഞ്ഞ് അത്തരത്തിൽ അള്ളാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിച്ച ആളുകളെ കാണാം. അവർക്കാണ് അൽ മുഅത്തില എന്ന് പറയുക. ഈ രണ്ട് പിഴച്ചുപോയ വിഭാഗം ആളുകൾ, ഇത് രണ്ടും പിഴച്ചുപോയ വിഭാഗം ആളുകളാണ്. സലഫുകൾ പറഞ്ഞതായി കാണാം, അൽ മുശബ്ബിഹു യഅ്ബുദു സനമൻ. അള്ളാഹുവിന്റെ സിഫാത്തുകളെ സൃഷ്ടികളുടെ വിശേഷണങ്ങളുമായി അതിനെ സാദൃശ്യപ്പെടുത്തുന്ന, അതിനെ തുലനപ്പെടുത്തുന്ന ആളുകൾ അവർ ആരാധിക്കുന്നത് ഒരു വിഗ്രഹത്തെയാണ്. കാരണം അവർ അള്ളാഹുവിന്റെ സിഫാത്തുകൾക്കെല്ലാം അവരുടെ മനസ്സിൽ ഒരു രൂപം കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ആ രൂപത്തെയാണ് അവർ ആരാധിക്കുന്നത്. വൽ മുഅത്തിലു യഅ്ബുദു അദമൻ. എന്നാൽ അള്ളാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിക്കുന്നവനോ അവനൊരു ഇല്ലാത്ത കാര്യത്തെയാണ്
ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അള്ളാഹുവിന് ഒരു സിഫാത്തുമില്ല എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു തന്നെ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ്. എന്നാൽ മുവഹിദായ ഒരു വ്യക്തി അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധം ഇബാദത്ത് ചെയ്യുന്നവനാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, വ അഹ്ലുസ് സുന്ന വൽ ജമാഅ വസതുൻ ബൈനൽ ഫരീഖൈൻ. ഈ പിഴച്ചുപോയ രണ്ട് വിഭാഗം ആളുകൾ അതിന്റെ മധ്യത്തിലാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ നിലകൊള്ളുന്നത്. ഫയുസ്ബിതൂന ലില്ലാഹി മാ അസ്ബതഹു ലിനഫ്സിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, സിഫാത്തുകൾ, അതെല്ലാം അവർ അല്ലാഹുവിന് ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തും. ഖിലാഫൻ ലിൽ മുഅത്തില, അല്ലാഹുവിന്റെ സിഫാത്തുകൾ നിഷേധിക്കുന്ന മുഅത്തിലകൾക്കെതിരായിക്കൊണ്ട്. എന്നിട്ട് പറയുന്നു, എങ്ങനെയാണ് അവർ സ്ഥിരപ്പെടുത്തുന്നത്? ഇസ്ബാതൻ ബിലാ തംസീൽ. അത് സ്ഥിരപ്പെടുത്തുമ്പോൾ അതിനെ സൃഷ്ടികളുമായി സാദൃശ്യപ്പെടുത്തുന്നില്ല, സാദൃശ്യപ്പെടുത്താത്ത രൂപത്തിലാണ് അവർ അതിനെ സ്ഥിരപ്പെടുത്തുന്നത്. ഖിലാഫൻ ലിൽ മുശബ്ബിഹ, മുശബ്ബിഹകൾക്കെതിരായിക്കൊണ്ട്. എന്നിട്ട് ഒരു ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ഏതാണ് ആയത്ത്? ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. അല്ലാഹുവിന്റെ അസ്മാ സിഫാത്തുകൾ പഠിക്കുന്ന സന്ദർഭത്തിൽ ധാരാളമായി കേൾക്കുന്ന ആയത്താണ്. ഈ ആയത്തിൽ ഈ പിഴച്ചുപോയ രണ്ട് വിഭാഗം ആളുകൾക്കുമുള്ള മറുപടിയുണ്ട്. ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവെ പോലെ ഒന്നുമില്ല എന്ന് പറയുന്നത് ആർക്കുള്ള മറുപടിയാണ്? അല്ലാഹുവിന്റെ സിഫാത്തുകളെ സൃഷ്ടികളുമായി താരതമ്യപ്പെടുത്തിയ മുമസ്സിലകൾക്കുള്ള മറുപടിയാണ്. രണ്ടാമത്തേത് വഹുവ സമീഉൽ ബസീർ, അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. അതാർക്കുള്ള മറുപടിയാണ്? അല്ലാഹുവിന്റെ സിഫാത്തുകളെ നിഷേധിച്ചവർക്കുള്ള മറുപടിയാണ്. കാരണം അല്ലാഹു പറയുന്നത് എന്താണ്? അല്ലാഹുവിന്റെ സിഫാത്തുകൾ അല്ലാഹു ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ആയത്ത് അത് നമ്മൾ പഠിച്ചു വെക്കുകയും അതിൽ നിന്ന് ധാരാളം ഉസൂലുകൾ പണ്ഡിതന്മാർ അതിൽ നിന്ന് രേഖപ്പെടുത്തിയതായും നമുക്ക് കാണാൻ കഴിയും. ഇതാണ് അല്ലാഹുവിന്റെ നുസൂലുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന പാഠങ്ങൾ. എന്നാൽ പിഴച്ചുപോയ ചില വിഭാഗം ആളുകൾ, ജഹ്മിയാക്കളും അതുപോലെ തന്നെ അശ്അരികളും മുഅ്തസില വിഭാഗം ആളുകൾ, അവർ അല്ലാഹുവിന്റെ നുസൂൽ എന്ന പദത്തെ അവർ നിഷേധിക്കുകയില്ല, മറിച്ച് ആ നുസൂലിന്റെ യാഥാർത്ഥ്യത്തെ, അതിന്റെ അർത്ഥത്തെ അവർ ദുർവ്യാഖ്യാനിച്ചതായി കാണാം. അല്ലാഹു യൻസിലു റബ്ബുന, അല്ലാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് യൻസിലു റഹ്മതുഹു, അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമെന്നാണ്. അല്ലെങ്കിൽ ഔ മലകുൻ മിനൽ മലായിക, അല്ലാഹുവിന്റെ മലക്ക് ഇറങ്ങുമെന്നാണ് ഉദ്ദേശം. അതല്ലെങ്കിലോ യൻസിലു അംറുഹു, അല്ലാഹുവിന്റെ കൽപ്പന ഇറങ്ങും എന്നാണ്. ഈ മൂന്ന് ദുർവ്യാഖ്യാനങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത്. അല്ലാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ല ഇറങ്ങുന്നത്, അല്ലാഹുവിന്റെ മലക്കാണ്. അതല്ലെങ്കിൽ അല്ലാഹുവിന്റെ റഹ്മത്താണ്, അല്ലാഹുവിന്റെ കൽപ്പനയാണ് ഇറങ്ങുന്നത് എന്നാണ് അവർ അതിനെ ദുർവ്യാഖ്യാനിച്ചത്. അതിനുള്ള മറുപടിയായി പണ്ഡിതന്മാർ മറുപടി പറഞ്ഞതായി കാണാം. ഒന്നാമത്തെ മറുപടി, മലക്കുകൾ അവർ രാത്രിയുടെ 1/3 ആ സമയത്ത് മാത്രമല്ല മലക്കുകൾ ഇറങ്ങുന്നത്, മലക്കുകൾ അല്ലാത്ത സമയത്തും ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മലക്കുകൾ ഭൂമിയോടടുത്ത ആകാശത്ത് മാത്രമല്ല, അവർ എവിടേക്കും ഇറങ്ങുന്നുണ്ട്? ഭൂമിയിലേക്കും ഇറങ്ങുന്നുണ്ട്. ഇൽമിന്റെ മജ്ലിസുകളിൽ മലക്കുകൾ സന്നിഹിതരാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അല്ലാഹുവിന്റെ റഹ്മത്തും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ കൽപ്പനയും, അതെല്ലാം ഭൂമിയിലേക്കും ഇറങ്ങുന്ന കാര്യമാണ്. അതാണ് ഒന്നാമത്തെ മറുപടി. രണ്ടാമത്തേത്, ആ ഹദീസിന്റെ ബാക്കി എന്താണ്? അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് എന്താണ് പറയുന്നത്? ആരാണ് എന്നോട് പ്രാർത്ഥിക്കുന്നത്, ഞാൻ അവന് ഉത്തരം നൽകാം. ആരാണ് എന്നോട് ചോദിക്കുന്നത്, ഞാൻ അവന് നൽകാം. ഇത് ഒരു മലക്ക് വന്ന് പറയുമോ? ഇല്ല, ഇത് മലക്ക് പറയില്ല. കാരണം അത് കുഫ്റാകുന്ന, ശിർക്കാകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റഹ്മത്ത് വന്നുകൊണ്ട് ഇപ്രകാരം പറയുക എന്നുള്ളത് അത് നടക്കാത്ത അസംഭവ്യമായ കാര്യമാണ്. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങും എന്നായിരുന്നുവെങ്കിൽ ഈ ഹദീസിന്റെ വാക്യം എങ്ങനെയാകുമായിരുന്നു? യൻസിലു എന്നല്ല യോജിക്കുക, മറിച്ച് തൻസിലു. കാരണം റഹ്മത്ത് എന്നുള്ള വാക്ക് അത് മുഅന്നസായ വാക്കാണ്. അപ്പോൾ അവിടെ തൻസിലു റഹ്മത്തുഹു എന്നായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ യൻസിലു റഹ്മത്തുഹു, യൻസിലു റബ്ബുന എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് നിഷേധിക്കുന്ന ആളുകൾ, അവരുടെ ഒരു വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിന്റെ റഹ്മത്താണ് ഇറങ്ങുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഇറങ്ങുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഏത് സിഫത്തിനെ അവർ അംഗീകരിക്കേണ്ടി വരും? അള്ളാഹുവിന്റെ അൽ ഉലൂ എന്നുള്ള സിഫത്തിനെ അംഗീകരിക്കേണ്ടി വരും. കാരണം നുസൂൽ എന്ന് പറയുന്നത് അത് ഉലൂവിൽ നിന്നുള്ളതാണ്. പക്ഷേ ഈ ആളുകൾ അവർ ഉലൂവിനെയും നിഷേധിക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ വാദങ്ങൾ പരസ്പരം വൈരുദ്ധ്യമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ പിഴച്ചുപോയ ആളുകൾ, അവർക്ക് അള്ളാഹുവിന്റെ ഹദീസുൻ നുസൂൽ അത് കേൾക്കുന്നത് അവർക്ക് അങ്ങേയറ്റം വെറുപ്പുണ്ടാക്കുന്ന, അങ്ങേയറ്റം ദേഷ്യമുണ്ടാക്കുന്ന കാര്യമാണ്. ഇമാം അദ്ദാരിമി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, അന്ന ഹദീസൻ നുസൂലി മിൻ അഗ്യദിൽ അഹാദീസ് അനിൽ മുഅത്തില. മുഅത്തിലകൾക്ക്, അള്ളാഹുവിന്റെ സിഫാത്തുകൾ നിഷേധിക്കുന്ന ആളുകൾക്ക് ഏറ്റവും വെറുപ്പുണ്ടാക്കുന്ന, അവർക്ക് ദേഷ്യം പിടിപ്പിക്കുന്ന ഹദീസാണ് ഹദീസുൻ നുസൂൽ എന്ന് പറയുന്നത്. കാരണം അതൊരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. മുതവാത്തിറായ 27ഓളം സഹാബിമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ തന്നെ ആ ഹദീസിൽ അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട 3 സിഫത്തുകളുണ്ട്. അതുകൊണ്ട് ഈ ഹദീസുൻ നുസൂൽ കേൾക്കുന്നത് അവർക്ക് അങ്ങേയറ്റം വെറുപ്പുളവാക്കുന്ന കാര്യമായിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇതാണ് അള്ളാഹുവിന്റെ നുസൂലുമായി അതുപോലെ തന്നെ റുഅ്യത്തുമായി ബന്ധപ്പെട്ട് നാം പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട മസ്അലകൾ. ഇൻഷാ അല്ലാഹ് ബാക്കി വരുന്ന കാര്യങ്ങൾ
അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ച കാര്യങ്ങൾ അത് അമലാക്കുവാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.